പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ വേലായുധനും പായം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട UDF മെമ്പർമാർക്കുമുള്ള സ്വീകരണവും കെ കരുണാകരൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. എം ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. റെയ്സ് കണിയാറയ്ക്കൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനനായ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ, കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ സജീവമായി നേതൃത്വം നൽകിയ ലീഡർ എന്ന പേരിൽ എല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരന്റെ ചരമ വാർഷിക ദിനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞാനും ശിരസ് നമിക്കുന്നു. ഇവിടെ റഷീദ് കരുണാകരനെ നന്നായിട്ട് അവതരിപ്പിച്ചു. 9 MLA മാർ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രതിപക്ഷ നിരയെ ഭരണകക്ഷിയാക്കി മാറ്റിയ രാഷ്ട്രീയ ചാണക്യനാണ്. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ അടിത്തറമാക്കിയ നേതാവാണ് ശ്രീ കെ കരുണാകരൻ. രാഷ്ട്രീയ എതിരാളികളുടെ കുന്തവരകൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന സൂത്രശാലിയാണ് ശ്രീ കെ കരുണാകരൻ. നമുക്കെല്ലാം അറിയാം. KPCC മെമ്പർ VP അബ്ദുൾ റഷീദ്, ബ്ലോക്ക് മെമ്പറായ കെ വേലായുധൻ, PC ലോനൻ, ബിജു കരിമാറ്റി, നിഖിൽ മാനന്തൽ, സുനിൽ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. TPA പ്രകാശ് നന്ദി പറഞ്ഞു. ആൻഡോ ഡെന്നിസ് മാണി, ടോം മാത്യു, ജലീൽ നാസർ, സുനു ചന്ദ്രൻ എന്നീ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകി. സ്വീകരണവും ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അധ്യക്ഷൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റെയ്സ് കണിയാറയ്ക്കലും അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ ഭാസ്കരനിലൂടെ സൂചിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ മുഴുവൻ ജനാധിപത്യ കേരളത്തിന്റെ മനസ്സകം തേങ്ങലോടുകൂടി പ്രയാസത്തോടുകൂടി കേട്ടൊരു വാർത്തയാണ് മഹാനായ ലീഡർ ശ്രീ കെ കരുണാകരന്റെ വിയോഗം. 2010 ഡിസംബർ 23 ഈ രാജ്യത്തെ സംബന്ധിച്ച്, രാജ്യത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തീരാ നഷ്ടത്തിന്റെ ഒരു ദിവസം തന്നെ.